തൃശൂരിൽ 3 കുട്ടികളെ വാനിൽ തട്ടിക്കൊണ്ടുപോയതായി പരാതി. പട്ടിക്കാട് ആൽപ്പാറം കനാലും പുറത്തുവച്ച് രാവിലെ 9:30ഓടെയായിരുന്നു സംഭവം. കുട്ടികളെ മർദ്ദിച്ച ശേഷം തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഓമ്നി വാനിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് പരാതി. സംഭവം കണ്ട മറ്റൊരു കുട്ടിയുടെ മൊഴിയിലാണ് അന്വേഷണം. ഒല്ലൂർ എസ്പിയുടെ നേതൃത്വത്തിൽ പീച്ചി പോലീസ് വാനിനായി അന്വേഷണം ആരംഭിച്ചു. മനോജ് ചേരുന്നു. മനോജ്, വിവരം. ധോണി, പട്ടിക്കാട് ആൽപ്പാറ കനാലും പുറത്താണ് രാവിലെ 9:30ഓടെ ഇത്തരമൊരു സംഭവം ഉണ്ടായതായി ഒരു കുട്ടി പോലീസ് നാട്ടുകാരോട് പറയുന്നത്. തുടർന്നാണ് നാട്ടുകാർ ചേർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും, അതായത് 3 കുട്ടികളെ, ഈ ആൺകുട്ടികളെ എന്നാണ് ഈ സംഭവം കണ്ട കുട്ടി പോലീസിനോട് പറഞ്ഞത്. ഒമ്നി വാനിൽ തട്ടിക്കൊണ്ട് പോയതായാണ് ഈ കുട്ടി കണ്ടിട്ടുള്ളത്. ഈ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ളതാണ് ഈ ഒമ്നി വാൻ. ഈ കുട്ടികളെ മർദ്ദിക്കുകയായിരുന്നു ആദ്യമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഈ ഒമ്നി വാനിനുള്ളിലേക്ക് കയറ്റിയ ഈ 3 കുട്ടികളെയും കൊണ്ട് വാൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞതായി ഈ കുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്ന സമയം പള്ളിയിലേക്കാണ് ഈ കുട്ടി പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. തുടർന്ന് ഈ വാനിനായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് പരിശോധന. എന്തായാലും സംശയിക്കുന്ന ഒരു വാനിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പോലീസിന്. അത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ തന്നെ മറ്റൊരു നിർദ്ദേശവും പോലീസ് വയ്ക്കുന്നുണ്ട്. അതായത് ഈ തട്ടിക്കൊണ്ടുപോയ കുട്ടികൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിലൊക്കെയുള്ള വീടുകളിൽ ഇത്തരത്തിൽ ഏതെങ്കിലും കുട്ടികളെ കാണാതായതായി വിവരം ലഭിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പോലീസിനെ അറിയിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അതായത് ഈ സംഭവം കണ്ടുവെന്ന് പറഞ്ഞ കുട്ടിയെ ഈ സ്ഥലത്തെത്തി പോലീസ് പരിശോധന നടത്തുകയാണ്. ഈ സമീപ പ്രദേശത്തുള്ള ആൾക്കാരും ഉണ്ട്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒല്ലൂർ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പീച്ചി പോലീസാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. സംഭവം വളരെ ഗൗരവമായി തന്നെ പോലീസ് എടുത്തിട്ടുണ്ട്. കാരണം ഒരു കുട്ടിയുടെ മൊഴിയായാലും അത് കൃത്യമായി രേഖപ്പെടുത്തി എന്താണ് സംഭവിച്ചതെന്ന് ആ കുട്ടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പരാതികളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.